ഹലോ, എന്താടി നിനക്ക്? സുധിയില്ലേ? സുധി ഉണ്ടെങ്കിൽ അല്ല, നീ ആരാണെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് എന്തിന്റെ കുഴപ്പമാടി? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവനാ സുധി. അവന് ഫോണിൽ വിളിക്കാൻ നാണാവില്ലേ നിനക്ക്? ആ, ഞങ്ങള് കുറച്ച് പേഴ്സണൽ കാര്യമായിട്ട് നിൽക്കുമായിരുന്നു. ഓരോരോ ശല്യങ്ങൾ കട്ടുറുമ്പായിട്ട് വന്നോളൂ. ദേ, ഇനി മേലാൽ നീ ഈ ഫോണിലേക്ക് വിളിക്കരുത്. സുധിക്ക് നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ എന്നോട് പറഞ്ഞു ഏൽപ്പിച്ചത്. എന്താ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാനിങ്ങോട്ട് വരുമ്പോഴേ സുധിയുടെ ഫോണ് അനാഥ കുഞ്ഞിനെ പോലെ ബെഡിൽ കിടക്കുന്നു. എന്നെ കണ്ടപ്പോ ഫോൺ തന്നെയാ പറഞ്ഞത്, എന്നെ ഒന്ന് എടുക്കോ, ഞാൻ നിന്റെ സുധിയുടെ ഫോണല്ലേന്ന്. ചൂടാവില്ലേ മാഷെ? ഈ ഫോണും നിന്നെ പോലെ എനിക്ക് പ്രിയപ്പെട്ടതല്ലേ? ഞാൻ നോക്കട്ടെ ഇതിൽ എന്തൊക്കെയാ ഉള്ളത്. ആ പിന്നെ വാങ്ങിച്ചു, വാങ്ങിക്ക് വാങ്ങിക്ക് സുധി. തരാനല്ലേ പറഞ്ഞേ? ഇല്ല തരില്ല, വാങ്ങിക്ക്. പിടിച്ച് വാങ്ങിക്ക്. തരില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. തരില്ല എന്ന് പറഞ്ഞില്ലേ? ഫോൺ തരാനാ പറഞ്ഞേ. പിടിച്ച് വാങ്ങിക്ക്, കാണട്ടെ എത്ര ശക്തിയുണ്ടെന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ കിട്ടില്ല, നീ വാങ്ങിക്ക്. അങ്ങനെ ഇപ്പൊ കിട്ടില്ല, കിട്ടില്ലെന്നേ. കളിക്കില്ല. തമാശയാണോ ഇത്? കാര്യമില്ലേ? സുധിക്ക് എത്ര ശക്തിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. വലിയ ശക്തിമാനല്ലേ സൂപ്പർമാൻ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ. സുധി എന്താ ഈ കാണിക്കുന്നേ? വിട്, കയ്യിന്ന് വിട്. എന്റെ കൈ വേദനിക്കുന്നു. വിട് സുധി. പ്ലീസ് സുധി. സത്യാണല്ലോ വിളിച്ചത്. സത്യം. അവൾ ആ കോളനിയിലെ തെണ്ടി പെണ്ണല്ലേ? അവൾ എന്തോ ആയിക്കോട്ടെ, നീ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നടക്കുന്നേ? ദിവ്യ, സത്യ, ഇനിയുണ്ടോ തരുണി മണികൾ സുധിയുടെ ഫ്രണ്ട് ലിസ്റ്റിൽ? ആ, ഒരുപാടുണ്ട്. അപ്പൊ ഒരു കൃഷ്ണനാണല്ലേ? ആണെങ്കി നിനക്കെന്താ? നിന്നോട് ആരാ പറഞ്ഞ എന്റെ മുറിയിൽ കയറാൻ? എന്താ ഇവിടെ? കൊറേ നേരം ആയല്ലോ ബഹളം തുടങ്ങിയിട്ട്. ഇവൾ എന്റെ ഫോൺ എടുത്ത് വെറുതെ. ഞാൻ സുധിയുടെ ഫോണൊന്ന് പരിശോധിച്ചതായിരുന്നു ആന്റി. നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളാണോ? പൂജ, നിന്നോട് പല പ്രാവശ്യം ചന്ദ്രേട്ട് പറഞ്ഞിട്ടില്ലേ ഇനി ഇത്തരം കളികളൊന്നും ഈ വീട്ടിൽ പാടില്ലെന്ന്? വീട്ടിലല്ലേ, സുധിയോട് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറക്കെ പറ പൂജേ. അല്ല, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയായിരുന്നു. എന്നാ ഞാനങ്ങോട്ട് പൊക്കോട്ടെ സുധി. നീ എന്തിനാ അവൾക്ക് ഫോൺ കൊടുത്തത്? ഞാൻ കൊടുത്തതാണോ? അവൾ ഇവിടുന്ന് എടുത്തതല്ലേ? നിന്നെ തന്നെ അടിച്ചു മാറ്റാൻ അവസരം നോക്കി നടക്കുക അവള്. സൂക്ഷിച്ചില്ലെങ്കിലേ ഫോണ് മാത്രമല്ല നിന്റെ ജീവിതവും അവളുടെ കയ്യിലാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. കുടിക്ക്. ചായ കിട്ടാത്തൊരു പണിയെടുക്കാതിരിക്കണ്ട. എന്താണ് എല്ലാത്തിനും പറ്റിയത്? ഇന്ന് ജോലിയില്ലേ? ഹർത്താലാണോ? നമ്മുടെ മുതലാളി ടെൻഷനില്ല. ആര്? സത്യോ? വേറെ ആരാടാ മുതലാളി? എന്തു പറ്റി?
ആ നീ തന്നെ പോയി ചോദിക്കും. ദാ ഇരിക്കല്ലേ. ആ MLA പിന്നെ അടഞ്ഞു അല്ലേ സത്യ? ആ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. കോളനിയിൽ ബിൽഡിംഗ് പണിയാൻ പിന്നെ തീരുമാനമായെന്ന് ആരോ പറയുന്ന കേട്ടു. അപ്പൊ ഇതൊന്നും അല്ലേ കാരണം? എന്ത് കാരണം? സത്യം എന്താ ഇങ്ങനെ വാൾട്ട് പോയ ടയർ പോലെ ഇരിക്കുന്നത്? അതേടാ, സത്യ വാൽ ട്യൂബ് പോയ ടയറാ. ഇനി അത് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് എന്റെ കൺമുമ്പിൽ നിന്ന് പൊയ്ക്കോ. അതാ നിനക്ക് നല്ലത്. പോടാ. അയ്യോ, എടാ എന്താ അവൾക്ക് പറ്റിയത്? നിന്നോടൊന്നും പറഞ്ഞില്ലേ? എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. എടാ സത്യം ഇപ്പൊ ഇവിടെ എങ്ങും അല്ല. അപ്പൊ ആ ഇരിക്കുന്നതാരാ? എടാ പൊട്ട അതല്ല പറഞ്ഞത്. അവളുടെ മനസ്സ് ഇവിടെ എങ്ങും അല്ലാന്ന്, മറ്റൊരിടത്താ. ഏ, എവിടെ? വിക്രമൻ. ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ സത്യക്ക്. അയ്യോ, വാ. അയ്യോ, നീ വന്നതുകൊണ്ട് ഇന്ന് കുറച്ച് ശുദ്ധമായി ശ്വസിച്ചു. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കണം ചേച്ചി, അല്ലെങ്കിൽ തടി കൂടും. ഞാനിപ്പോ ആരോഗ്യകാര്യത്തിലൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ലെന്നാ ബൈജേട്ടൻ പറയുന്നത്. ശരിയല്ലേ? ചേച്ചി ശരിക്കും വണ്ണം വെച്ചു. ഒന്ന് പോടി, ഞാൻ ഇത്തിരി വണ്ണം വെച്ചോട്ടെ. പക്ഷേ നീ നിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. ആർക്ക് വേണ്ടിയാ ചേച്ചി? എന്നെ ആർക്കും വേണ്ടല്ലോ. എടി, ആർക്കെങ്കിലും വേണോന്ന് തോന്നുന്ന വിധത്തില് നീ പെരുമാറുന്നില്ലെന്ന് പറ. ഞാൻ എങ്ങനെ പെരുമാറിയെന്നാ? ചേച്ചിയുടെ അനിയന് ആ ദിവ്യ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ട്. അത് നിന്റെ കഴിവുകേടുകൊണ്ടല്ലേ? അല്ല, അതിനുള്ള അവസരം കിട്ടാഞ്ഞിട്ടാ. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സുധിയും ഒത്തൊരു ലോങ് ട്രിപ്പ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ദൂരെ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ സ്റ്റേ. നീ എന്തൊക്കെയാടി പറയുന്നേ? കേൾക്കുമ്പോ അതൊരു തറവേലയാണെന്ന് തോന്നും. കേൾക്കുമ്പോ മാത്രമല്ല, ഇത് തറവേല തന്നെയാ. സുജിതേച്ചി കരുതുന്ന പോലെ അല്ല. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാടകം മാത്ര. ഏ? ആ, 1-2 ദിവസം സുധിയോടൊപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും കഴിയാൻ അവസരം ഉണ്ടായാ പിന്നെ സുധി ഈ പൂജയുടേതായിരിക്കും. എടീ, നീ എന്തൊക്കെയാ ഈ പറഞ്ഞു വരുന്നേ? സുധിയെ സ്വന്തമാക്കാൻ ആ ഒരു വഴിയെ ഇനി ഞാൻ കാണുന്നുള്ളൂ. അത് നീ മാത്രം വിചാരിച്ചാ പോരല്ലോ, അവനും കൂടെ സമ്മതിക്കണ്ടേ? ആ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി സുധിയെ കൂടെ കൂട്ടിയേ പോരെ. അവനൊന്നും വരില്ല. വരുത്താൻ ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞ ഒരു ഇല്ലാ കഥ മെനഞ്ഞുണ്ടാക്കി സുധിയെ സ്വന്തമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല കഥയോ? ഞാനുള്ളിടത്തേക്ക് സുധി വരില്ല എന്നറിയാം. പക്ഷേ സുധിയോടൊപ്പമാണ് ഞാൻ പോയതെന്ന് ഈ വീട്ടിലുള്ളവർ അറിയുകയും വേണം. അറിഞ്ഞാ പിന്നെ പൂജ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ ഇവിടെയുള്ളവർക്ക് കഴിയില്ല. ആ, മനസ്സിലായി. സുധിയും നീയും ഒരുമിച്ച് എവിടെയോ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഇതിനിടയില് സംഭവിക്കാൻ പാടില്ലാത്തൊരു കഥ സംഭവിച്ചതായിട്ട് നീ പറഞ്ഞുണ്ടാക്കുന്നു. ആ, ഇപ്പോഴാണ് ഈ ട്യൂബ് ലൈറ്റ് കത്തിയത്. അതേടി, എന്തായാലും നീ നിന്റെ ഏട്ടന്റെ പെങ്ങള് തന്നെ. ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. കൊള്ളാലോ നിന്റെ ഐഡിയ. ഐഡിയ ഉണ്ടായാൽ മാത്രം പോരല്ലോ, നടക്കണം. നീ വാ, നമുക്കിപ്പൊ തന്നെ സുധിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. എന്താ സുധിയോട് പറയാൻ പോകുന്നേ? എടി, അതൊക്കെ നീ അപ്പ കേട്ടാ മതി. നീ വാ. ആഹാ, സുജിത് ഇന്ന് രാവിലെ എഴുന്നേറ്റോ? എന്താ രണ്ടുപേരും കൂടി ജോഗിങ്ങിന് പോയതായിരുന്നോ? അതെ ആന്റി. നന്നായി. ഇവളുടെ തടിയൊന്ന് കുറച്ച് കുറയട്ടെ. സുധി എഴുന്നേറ്റില്ലേ അമ്മേ? അവൻ എപ്പോഴും എഴുന്നേറ്റു. എഴുന്നേറ്റു എന്ന് മാത്രല്ല, പോവുകയും ചെയ്തു. പോയെന്നോ? ആ,
ഏതൊരു ഫ്രണ്ട് വന്ന് വിളിച്ച് അവന്റെ കാറിലാ പോയത്. ചായ പോലും കഴിക്കാതെ പോയത്. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ലമ്മേ, വടി. സുധാകരേട്ടൻ വന്നിട്ട് കുറെ നേരമായോ? അത് കുറച്ചു സമയമായി. മൂത്തേച്ചിക്ക് തീരെ വയ്യാത്തോണ്ടാ സത്യയെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ, എന്നാ എന്നെ ഫോൺ ചെയ്താ പോരായിരുന്നോ? ദാ, ഇത് വെച്ചോ. പറഞ്ഞ സമയത്ത് തന്നെ സത്യ വരുമെന്നറിയാം. KICBയിലെ പണി ഉണ്ടായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അതും പോയി. എന്തായാലും വലിയ ഉപകാരമായി സത്യ. അങ്ങനൊന്നും പറയണ്ട. ഇതിപ്പോ 3000 രൂപയുണ്ട്. വേഗം ചെന്ന് ചേച്ചിയെ ഡോക്ടറെ കാണിക്ക്. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ. ആ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി. എന്തിനാ അയാൾക്ക് കാശ് കൊടുത്തത്? അയാളുടെ ചേച്ചിക്ക് സുഖമില്ല. വല്ല തട്ടിപ്പോണെന്ന് ആർക്കറിയാം? തട്ടിപ്പോ? ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അതറിയാം. പക്ഷേ ഇവരൊക്കെ മനുഷ്യന്റെ മണമുള്ളവരാ. അതുകൊണ്ട് തന്നെ സ്വന്തം വർഗത്തെ പറ്റിക്കില്ല. എല്ലാവരും കണക്കാ. ഒരു കണക്കിന് ഇത്തരം ആൾക്കാരെ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. സ്വന്തം ചേച്ചിക്ക് അസുഖം വന്നപ്പോ സഹായം ചോദിച്ചത് തെറ്റായിപ്പോയോ? അതൊക്കെ ചുമ്മാ പറയുന്നതാവും. സത്യം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടാ. അതെ, അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. ഞാൻ വിക്രമനെയും കണ്ണു അടച്ച് വിശ്വസിച്ചതല്ലേ. ആ, ഞാൻ സത്യയോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിച്ചോട്ടെ? തീർച്ചയായിട്ടും. മറ്റാരോട് തെറ്റ് ചെയ്താലും സത്യയോട് ഞാൻ തെറ്റ് ചെയ്യില്ല. ഹലോ, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, വിക്രമൻ എങ്ങോട്ടാ? വീട്ടിലേക്ക്. ഫോൺ വിളിച്ചിട്ടൊന്നും ആളെ നേരിട്ട് കിട്ടാതായല്ലോ. ആ, സത്യം ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു. സത്യം അറ്റൻഡ് ചെയ്തില്ല. ആ, കുറച്ചൊക്കെ ഡിമാൻഡ് എനിക്കും വേണ്ടേ? നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ? ആ പൂജ, അവൾ അവിടെ ഉണ്ടല്ലേ? ആ, അവള് മനസ്സിലായി. മുറച്ചെറുക്കനല്ലേ? ഞാനോ? ഹേയ്, അവള് ബൈജുവേട്ടന്റെ അനിയത്തിയല്ലേ? ആ, അതൊക്കെ അറിയാം. എന്നാലും വിക്രമനെ കെട്ടാൻ തക്കം പാർത്ത് നിൽക്കുമല്ലേ? അതൊന്നും നടക്കില്ല. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. തീർച്ച? തീർച്ച. ആ, ശരി, എന്നാ പിന്നെ കാണാം. ബാംഗ്ലൂർ, അതാണ് നല്ലത്. സ്ഥലം ബാംഗ്ലൂരോ ഊട്ടിയോ എന്നതല്ല, സുധിയെ എങ്ങനെ കാര്യം ധരിപ്പിക്കും. നിനക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഇന്റർവ്യൂവിന് പങ്കെടുക്കാനാണെന്ന് പറയാം. കൂടെ പോകാൻ ഒരാള് വേണം. മുമ്പ് പലപ്പോഴും നിന്റെ ഗാർഡിയനായിട്ട് സുധി ഞാനും ഒക്കെ വന്നിട്ടുള്ളതല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ ആ പഴയ സുധി അല്ല ഇപ്പോ. അവന്റെ മനസ്സിൽ നിന്നോട് പ്രണയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ഫ്രണ്ട് വിളിക്കുന്നത് പോലെ അവനെ വിളിച്ചാ അവൻ വരൂടി. അതൊന്നും എനിക്കറിയില്ല. സുധിയെ എന്റെ കൂടെ വിടാൻ ചേച്ചിയെ കൊണ്ട് കഴിഞ്ഞാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്തായാലും ഇത് അവസാനത്തെ ശ്രമമാ. അതെ, നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ട് കാര്യം നടക്കാതെ പോവരുത്. ശ്രമിക്കും. ശ്രമിക്കുമെന്ന് മാത്രമല്ല, സുധി നിന്റെ കൂടെ വരികയും ചെയ്യും. വരുത്തും നമ്മള്.
തുലാമാസത്തിൽ വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ വൃശ്ചികത്തിലാവും ഉത്തമം. നമ്മൾ പറയുന്നതനുസരിച്ച് തിരുമേനി നിന്നുകൊള്ളണമെന്നില്ലല്ലോ. എന്നാലും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ രാധികയെ? തിരുമേനി ഏത് മാസം നടത്താനാ താല്പര്യം എന്ന് ചോദിച്ചാ പറയണ്ടേ നമുക്ക്? എന്താ രണ്ടുപേരും കൂടെ സുധിയുടെ കല്യാണത്തിന്റെ ഡേറ്റിനെ കുറിച്ചാണോ പറയുന്നത്? ആ, ഏത് മാസത്തിൽ നടത്താൻ കഴിയുന്ന അച്ഛൻ പറയുമായിരുന്നു. ഓ, എന്നിട്ട് എന്ത് തീരുമാനിച്ചു? തീരുമാനങ്ങളെല്ലാം തിരുമേനിയുടേതല്ലേ? എത്രയും അടുത്ത ഡേറ്റിൽ തന്നെ ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. അല്ല, രണ്ടുപേരും കൂടി പുറത്തേക്ക് ഞാൻ പോവാൻ നിൽക്കുമായിരുന്നോ? ഏയ് അല്ലേ ആന്റി. അമ്മേ, പൂജയ്ക്ക് ഇന്ന് തന്നെ പോണോന്ന്. ഞാൻ വൈകിട്ട് പോകുന്നുള്ളൂ. ക്ലാസ് തുടങ്ങിയോ നിനക്ക്? അല്ല, അവൾക്ക് ബാംഗ്ലൂർ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആഹാ, ഗുഡ്. പക്ഷേ കൂടെ പോകാൻ ആരുമില്ല. നിനക്ക് പോകാൻ പാടില്ലേ? ഓ, ഞാൻ പോകുന്നതും പോകാത്തതും ഒക്കെ കണക്കാ. സുധിക്ക് പോകാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിയാ. ശ്രുതിക്ക് പറ്റില്ല. അമ്മ എന്താ ഇങ്ങനെ എടുത്തടിച്ച പോലെ പറയുന്നേ? അവൻ ഒരുപാട് തിരക്കുകളുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? കൂടെ പോകാനായിട്ട് സുധി ഉണ്ടെങ്കിലേ ഇവള് പോകുന്നുള്ളൂന്ന്. സുധി തന്നെ വേണമെന്നെന്താ എത്ര നിർബന്ധം? ബൈജു പോവട്ടെ. അല്ല, ബൈജുവേട്ടന് എന്തോ പ്രോഗ്രാം ഉണ്ട്, അതാ. ആ, അച്ഛാ, അമേരിക്കൻ കമ്പനിയുടെ ഒരു ഇന്റർവ്യൂവാ. കിട്ടിയാ പിന്നെ പൂജ അമേരിക്കയിൽ സെറ്റിൽഡ് ആവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മാസം ലാസ്റ്റ് എനിക്ക് പോകണം. അപ്പോ സുധിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ആ, സുധിയോടൊന്ന് പറയൂ അച്ഛാ. ശ്രുതിയുടെ കാര്യം അത് അവനല്ലേ അറിയൂ. ആ, അയ്യോ, അത് ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടാ. സുധി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. സുധി ഇവളുടെ കൂടെ പോകുന്നതില് ഒരു തടസ്സത്തിന്റെ ആവശ്യമുണ്ടോ അച്ഛാ? സുധിയോടൊന്ന് ചോദിച്ചു നോക്ക്. അവൻ കൂടെ വരാമെന്ന് പറഞ്ഞാ ഇവിടെ ആർക്കും വിരോധമില്ല. താങ്ക് യു അച്ഛാ. ആ. പൂജ, വാടി, നമുക്ക് സുധിയോട് ചോദിക്കാം. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? രണ്ടുപേരും ചേർന്നുള്ള എന്തോ കളിയാണെങ്കിലോ? എടി രാധികാമ്മോ, സുധി എന്റെ മകനാ. അവനെ എനിക്കറിയാം. പൂജയെ ബാംഗ്ലൂരിലല്ല അമേരിക്കയെ കൊണ്ടുവിട്ടാലും അവൻ 10:30 മാറ്റോടെ തിരിച്ചു വരും. നീ നോക്കിക്കോ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ ബിൽഡിങ്ങിന്റെ പണി എപ്പോ തുടങ്ങും? ഒന്നും പറയാറായിട്ടില്ല. എപ്പ പണി തുടങ്ങിയാലും കുഴപ്പമില്ല. മുത്താരം കുന്ന് കോളനിയില് നിങ്ങളുടെ ചേട്ടൻ തുടങ്ങിയ പോലെ പാവങ്ങളുടെ നെഞ്ചത്ത് തറക്കാൻ ഇട്ടുകൊണ്ടാവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് സതീഷ് ചേട്ടനല്ലേ? ഇതേ ആള് വേറെയാ. മണിമംഗലം ബിൽഡേഴ്സ് ഒരു ജോലി തുടങ്ങിയ അത് സത്യസന്ധമായിട്ട് ചെയ്യുള്ളൂ. എന്നിട്ടാണോ നിങ്ങളുടെ ഏട്ടൻ ഞങ്ങളെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചത്? തെറ്റു മനസ്സിലാക്കി പിന്നീടെല്ലാം ക്ലിയർ ചെയ്തില്ലേ? അങ്ങനെ പറയരുത്. ക്ലിയർ ചെയ്യിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സത്യയ്ക്ക് വേണ്ടി എവൻ. അല്ല, സത്യയുടെ മനസ്സിൽ എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടോ? എന്തിന്? ബിസിനസിനോ? നമുക്ക് വലിയ വലിയ ഐഡിയകളൊന്നും ഇല്ല. എന്തേലും കുടിലോ പെട്ടിക്കടയോ തുടങ്ങുന്നതിനെ കുറിച്ചാണെങ്കിൽ ഒന്ന് ആലോചിക്കാം. എന്നാ പിന്നെ നമ്മ കുറച്ച് പെട്ടിക്കടകൾ തുടങ്ങിയാലോ? പൊട്ടത്തരം പറയാതെ. നിങ്ങൾ വലിയ വലിയ ആളുകൾ എന്തേലും വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ നോക്ക്. വെറുതെ പാവങ്ങളുടെ കഞ്ഞിൽ പാറ്റയിടാതെ. അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എടാ, ചെറിയ ചെറിയ കടക്കാരുടെ ജോലി നമ്മൾ ചെയ്തു തുടങ്ങിയ അവര് പട്ടിണിയായി പോവില്ലേ? അത് ശരിയാ. ആ ശരി, നീ വാ, നമുക്ക് പോവാം. ദിവ്യ അവിടെ കാത്തിരിക്കാവും. ഇപ്പൊ ആ വഴി പോവല്ലേ? സത്യ കറങ്ങി തിരിഞ്ഞ് ആ വഴിക്ക് വരാൻ സാധ്യതയുണ്ട്. പഴയൊന്നും മറന്നിട്ടില്ലല്ലോ. ദിവ്യയുടെ കേസിൽ ശകുനം മുടക്കിയ സത്യ. ദയവ് ചെയ്തു നീ കെട്ടാൻ പോകുന്ന ദിവ്യയുടെ കാര്യം ആ കുട്ടിപ്പിശാച് അറിയാതിരുന്ന നിനക്ക് കൊള്ളാം. വാ, മാറിപ്പോവാം. ഇന്ന് 2 അടിക്കണം. യെസ്. സുധി അച്ഛന് വിശ്വാസം. അവനെ സംരക്ഷിക്കാൻ അവൻ അറിയാം. ആ ചിന്തയിലാ അച്ഛൻ സമ്മതം തന്നിരിക്കുന്നത്. ഒരു അച്ഛനും മകനിലുള്ള വിശ്വാസം അല്ലെങ്കിൽ
പുരുഷവർഗത്തിന്റെ ആത്മവിശ്വാസം. പക്ഷെ ഇവിടുത്തെ നിയമങ്ങളെല്ലാം പെണ്ണിന് അനുകൂലമാണെന്ന് അങ്കിളിന് അറിയില്ലല്ലോ. അച്ഛനെന്തായാലും ഇപ്പൊ ഒരു സംശയവും തോന്നിയിട്ടില്ല. ഇനി സുധി കൂടെ സമ്മതിച്ചാ നമ്മൾ ജയിച്ചു. അതല്ലേ യഥാർത്ഥ കടമ്പ. ശോ, സുധി എങ്ങനെ പറഞ്ഞു വീഴ്ത്തും? എന്ത് പറഞ്ഞാലായിരിക്കും സുധി എന്റെ കൂടെ വരാനുള്ള സാധ്യത? എന്ത് പറഞ്ഞാലും അവൻ വരില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചതി പ്രയോഗിക്കണം. ചതിയോ? എങ്ങനെ? അത് ആലോചിച്ച് കണ്ടുപിടിക്കണം.